സുമേ മിസ്സേ ഷോപ്പിംഗ് ആണല്ലേ? ചെറുതായിട്ട്. മിസ് എന്ത് വാങ്ങിക്കാൻ വന്നാ? ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വന്നതാ. ഓ, ഇതെന്താ സോപ്പൊക്കെ ആയിട്ട് കയ്യില്? ഞങ്ങൾ ഏത് സോപ്പ് വാങ്ങിക്കണം എന്നൊരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കും. ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. നിറവും മണവും ഭംഗിയൊക്കെ നോക്കിയിട്ട് സോപ്പ് വാങ്ങുന്നവരാണോ നിങ്ങള്? ഇതൊക്കെ നമ്മളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ സോപ്പിന് പിന്നിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. എന്താണെന്ന് നോക്കിയാലോ? സോപ്പ് രാസപരമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഫാറ്റി ആസിഡ്സിന്റെ സോഡിയം പൊട്ടാസ്യം ലവണങ്ങളാണ്. ഇപ്പൊ ഫാറ്റി ആസിഡ്സ് ഏതൊക്കെയാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? നമ്മുടെ വെളിച്ചെണ്ണയിലുള്ള ആസിഡ് ഏതാണ്? അത് സ്റ്റിയറിക് ആസിഡ് ആണ്. പാം ഓയിലുള്ള ആസിഡ് ഏതാണ്? പാമിറ്റിക് ആസിഡ് ആണ്. ഒലിവെണ്ണയിലുള്ള ആസിഡ് ഏതാണ്? ഒലീക് ആസിഡ് ആണ്. അപ്പോൾ ഈ സ്റ്റിയറിക് ആസിഡിന്റെയും പാമിറ്റിക് ആസിഡിന്റെയും ഒലീക് ആസിഡിന്റെയും ഒക്കെ സോഡിയം പൊട്ടാസ്യം ലവണങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് സോപ്പ്. ഒരിക്കലും സോപ്പിന്റെ ക്വാളിറ്റി, അതിന്റെ മണം അല്ലെങ്കിൽ അതിന്റെ ഭംഗി, അതിന്റെ നിറം വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഇതിൽ ടോട്ടൽ ഫാറ്റി മാറ്റർ അല്ലെങ്കിൽ TFM എന്നൊരു ഘടകമുണ്ട്. TFM 76% അതിൽ കൂടുതലുണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന സോപ്പുകളെയൊക്കെ നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് സോപ്പുകൾ എന്ന് വിളിക്കാം. ഇനി TFM 70% അതിൽ കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം സെക്കൻഡ് കാറ്റഗറി അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് സോപ്പുകളാണ്. TFM 60% അതിൽ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ തേർഡ് ഗ്രേഡ് സോപ്പുകളാണ്. അപ്പോ നമുക്കിവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സോപ്പുകളുടെയൊക്കെ ക്വാളിറ്റി എത്ര TFM വാല്യൂ ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഉറപ്പായിട്ടും സോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 76 ഗ്രേഡ് ഉള്ള സോപ്പ് സ്യൂട്ടബിൾ ആയിരിക്കുമോ എന്ന് ചോദിച്ചാലല്ല. അവരുടെ സ്കിൻ കണ്ടീഷനെ കൂടി എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും സോപ്പിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് അതിന്റെ മണം, ഭംഗി, വില ഇതൊന്നുമല്ല. പകരം ഈ TFM ആണ് എന്നൊരു പോയിന്റ് നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്തു വെക്കുക. കോവിഡ് കാലത്തൊക്കെ വളരെ വ്യാപകമായിട്ട് വിറ്റഴിഞ്ഞ ഒരു വസ്തുവാണല്ലോ ഡെറ്റോള്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ ഡെറ്റോൾ എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു പദാർത്ഥമാണ്. അതുപോലെ നമ്മുടെ സോപ്പിന് ആന്റിസെപ്റ്റിക് ഗുണം നൽകാനായിട്ട് അതിൽ ചേർക്കുന്ന ഒരു കെമിക്കൽ ഉണ്ട്. അതെന്താ നിങ്ങൾക്ക് അറിയോ? അതിന്റെ പേരാണ് ബിത്തിയനോൾ. അപ്പൊ ഇനി ഡെറ്റോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സോപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കഴുകിയാൽ മതി. നമ്മുടെ കയ്യിലെ 99.9% കീടാണുക്കളെയും ഈ ബിത്തിയനോള് ഇല്ലാണ്ടാക്കിക്കോളും. അപ്പോൾ ഇനി സോപ്പ് വാങ്ങുമ്പോൾ നിറവും മണവും വിലയൊക്കെ നോക്കുന്ന കൂട്ടത്തില് നിങ്ങൾ ഈ TFM എന്ന് പറയുന്ന ഘടകം കൂടി ഒന്ന് നോക്കിക്കോണേ. കാരണം ഗുണത്തിലാണ് കാര്യം.